ഇപ്പോൾ വന്നൊരു വാർത്തയിലേക്ക്. കിഫ്ബി പ്രവർത്തനം പഠിക്കാൻ സമിതിയെ തീരുമാനിച്ചിരിക്കുന്നു. പഠനത്തിനായി വിദഗ്ധ സമിതിയെ സർക്കാർ നിയമിച്ചു. റിട്ടയർഡ് IAS ഓഫീസർ സുധാ പിള്ള ചെയർപേഴ്സണായി 5-അംഗ കമ്മിറ്റിയാണ് നിലവിൽ വന്നിരിക്കുന്നത്. സുനിഷ, ആരൊക്കെയാണ് കമ്മിറ്റിയിലെ അംഗങ്ങൾ? അരുൺ, നിലവിലിപ്പോൾ 5-അംഗ സമിതിയാണ് നിയോഗിച്ചിട്ടുള്ളത്. റിട്ടയർഡ് IAS ഓഫീസറായ സുധാ പിള്ള ചെയർപേഴ്സൺ ആയിട്ടുള്ള 5-അംഗ കമ്മിറ്റിയാണ്. അതിൽ മുൻ ഫെഡറൽ ബാങ്ക് MD ആയിട്ടുള്ള ശ്യാം ശ്രീനിവാസൻ ഉണ്ട്. ചാർട്ടേഡ് അക്കൗണ്ടന്റ് അസോസിയേഷന്റെ മുൻ ചെയർമാനായിരുന്ന നിലേഷ് വിക്രംസെയുണ്ട്. CAG-യുടെ മുൻ ഡയറക്ടറായിരുന്ന സുബ്ബലക്ഷ്മി നാരായണനുണ്ട്. മുൻ ഇന്ത്യൻ റവന്യൂ സെക്രട്ടറി ആയിരുന്ന തരുൺ ബജാജ് ഉണ്ട്. ഇങ്ങനെ 5 അംഗങ്ങൾ ചേർന്നാണ് കിഫ്ബിയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ എന്തായിരുന്നു, എങ്ങനെയായിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ പഠിക്കുക എന്നുള്ളതാണ്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിദഗ്ധ സമിതി നിയമിച്ച് സർക്കാർ ഇറക്കുകയും ചെയ്തിട്ടുണ്ട്. സമിതിക്ക് 3 മാസ കാലാവധിയാണ് നൽകിയിരിക്കുന്നത്. കിഫ്ബിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കിഫ്ബി ഇതുവരെ നടത്തിയ പ്രവർത്തനങ്ങൾ അത് ഏത് രീതിയിൽ തുടങ്ങി എല്ലാ ഭാഗങ്ങളും പരിശോധിക്കുക, പഠിക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും കിഫ്ബിയെ നിയന്ത്രിക്കാൻ ആദ്യപടി സർക്കാർ തുടങ്ങിയിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അതിന്റെ ഭാഗമായി തന്നെയാണ് 5-അംഗ സമിതി ഇപ്പോൾ നിയോഗിച്ചിരിക്കുന്നത്. ഏതായാലും 3 മാസ കാലാവധി കൂടി നൽകിയിട്ടുണ്ട്. അടുത്ത ദിവസം മുതൽ ഏതായാലും കിഫ്ബിയെ സംബന്ധിച്ച് പഠനം തുടങ്ങുമെന്നുള്ളതാണ് അരുൺ. താങ്ക് യു.